ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് അംഗീകരിച്ചതോടെ ഇസ്രയേലിന്റെ 2 കൊല്ലം നീണ്ടുപോയ ഗസ യുദ്ധം അവസാനിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഗസയിൽ ട്രംപ് ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രയേലി ആക്രമണത്തിൽ 72 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അതിന്റെ പിന്നാലെ വരികയും ചെയ്തു. പി വി ജെയിംസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി വി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഒരു ദിവസം കൂടി ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? കൂടുതൽ ചെറുപ്പമായി എസ് കെ. ഈ ചെറുപ്പം കൊണ്ട് നാട്ടുകാർക്ക് വഴിയടക്കാൻ വയ്യാന്ന് പറയുന്നു. ഒന്നുമില്ല, നമ്മളൊക്കെ വളരെ മാന്യനായിട്ടുള്ള ആളാണ്. ഇത്രയും മാന്യനാവരുത് ജെയിംസ്, എങ്ങനെ താങ്ങും? അതെ അതെ. ഇന്ന് സംസാരിക്കുമ്പോൾ എസ് കെ പലപ്പോഴും ഈ യുദ്ധത്തിന്റെ നടുവിൽ മനുഷ്യര് മരിച്ചു വീഴുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ ചെറിയ കൊച്ചു വർത്താനൊക്കെ പറയാറ്. പക്ഷേ ഇന്ന് അതിൽ ആശ്വാസം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വാർത്തയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി നമ്മൾ എല്ലാ ദിവസവും ഗസയെക്കുറിച്ച് പറയായിരുന്നു. അന്ന് ചിലർ പറയുമായിരുന്നു ഇത് യുദ്ധത്തോടുള്ള ആസക്തിയാണെന്ന്. യഥാർത്ഥത്തിൽ യുദ്ധത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഈ ടെലിവിഷൻ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരുന്നതും ഇനി നടത്തിക്കൊണ്ടിരിക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ 3.5 വർഷം പിന്നിട്ട ഉക്രൈൻ യുദ്ധവും 2 വർഷം, ഒക്ടോബർ 7-ന് അടുത്ത 4 ദിവസം കൂടി കഴിഞ്ഞാൽ 2 വർഷം തികയാണ്. അപ്പം അതിൽ ഒരു വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത, ഹമാസ് ഈ ട്രംപിൻ്റെ അമേരിക്കയുടെ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി അംഗീകരിച്ചിരിക്കുന്നു. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഉടൻ തന്നെ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ഉടൻ വെടിനിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇസ്രായേലുണ്ടോ ഇത് ചെയ്യുന്നത്? ഇറാനുമായിട്ട് ആക്രമിച്ചപ്പോഴും ട്രംപ് പറഞ്ഞത് ഇറാൻ കേട്ടു, ഇസ്രായേൽ പിന്നെയും കയറി ആക്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ കയറി ഈ അവസാനത്തെ ഈ വെടിനിർത്തലിനുള്ള ഇതിൻ്റെ പറഞ്ഞതിന് ശേഷവും ട്രംപിൻ്റെ വാക്കുകൾക്ക് ചെവി കേൾക്കാതെ അവിടെ പോയി ആക്രമിച്ചു. 72 പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിർദ്ദേശം, ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. മിലിറ്ററി ഓപ്പറേഷൻ ഏതാണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മിനിമം ഓപ്പറേഷൻ മതി, ആക്രമണം വേണ്ട എന്നുള്ള തരത്തിൽ ഇസ്രായേൽ കൂടി പറഞ്ഞതോടെ ഒരുപക്ഷെ ഗസയിലെ 2 വർഷം നീണ്ട യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒറ്റ കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഇസ്രായേൽ ബന്ദികളെ ഹമാസ് വിട്ടയക്കാൻ പോകുന്നു. 50 പേരോളം ഉണ്ട്, അതിൽ 20 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഒപ്പം തന്നെ പാലസ്തീനി തടവുകാരെ ഏതാണ്ട് 250 പാലസ്തീനി തടവുകാരെ വിട്ടയക്കും എസ്കേൻ. അതുകൂടാതെ ചിലതുള്ളത് ഇവർ നിരായുധീകരിക്കണം എന്നുള്ളതിനോട് അവർ മിണ്ടിയിട്ടില്ല. പക്ഷേ പാലസ്തീൻ്റെ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ പാലസ്തീനിൽ നിന്ന് ഹമാസ് മാറാം എന്ന് സമ്മതിച്ചു. പകരം പാലസ്തീനിലെ ടെക്നോക്രാറ്റുകൾക്ക് അതിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ട്രംപ് അവിടെ എല്ലാം അടിച്ചു നിരത്തി ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പിന്മാറി പലസ്തീനികൾ അവിടെ തന്നെ ജീവിക്കും. അവിടെ പാലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ കൺട്രോളിൽ വരും. ഇസ്രായേൽ സേന പൂർണ്ണമായി പിന്മാറും. ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എസ് കെ ഓർക്കുന്നുണ്ടാവും, ഈ ഒക്ടോബർ 7-ാം തീയതി 2023 ഇസ്രായേലിലേക്ക് ഹമാസ് കയറി 1200 ഇസ്രായേലികളെയാണ് വധിച്ചത്. 250 പേരെയാണ് ബന്ദികളായി കൊണ്ടുപോയത്. അതിൽ 200 പേരെ മരിക്കാതെയും വിട്ടയച്ചു. ഇനിയും 48 പേരാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് ഇതിന് പകരമായിട്ട് പലസ്തീനികളെ വിട്ടയക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എസ് കെ ഇതൊരു വലിയ ബ്രേക്ക് എന്നുള്ള രീതിയിൽ തന്നെ കാണാവുന്നതാണ്. ഗസയിലെ യുദ്ധം, ട്രംപിനെ നമ്മൾ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എസ് കെ ഈ കാര്യത്തിൽ ട്രംപിൻ്റെ വിരട്ടലും ഇതും ഏതാണ്ട് ഫലിച്ചിരിക്കുന്നു. ട്രംപിന് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം. അറബ് രാജ്യങ്ങളും ട്രംപ് നടത്തിയ ചർച്ചയിലാണ് 20 പോയിന്റുള്ള സമാധാന പദ്ധതി അംഗീകരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പക്ഷേ മരിച്ചുപോയ 66,000 ആൾക്കാരിൽ പ്രത്യേകിച്ച് 20,000 കുഞ്ഞുങ്ങളുടെയൊക്കെ ശാപത്തിൽ നിന്ന് മോചനം കിട്ടുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് പോയാൽ ഈ വാതക പ്ലാന്റുകൾക്ക് നേരെ ഇന്ന് റഷ്യയുടെ വൻ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നുണ്ടല്ലോ, വിവരങ്ങൾ? എസ് കെ എൻ, ഈ അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു പിറകെ റഷ്യ കയറി കൂടുതൽ അടിക്കും. അമേരിക്ക ഇപ്പോൾ ടോമോഹോക്ക് എന്ന ദീർഘദൂര മിസൈലുകൾ കൊടുക്കുകയാണ് ഉക്രൈന്. അപ്പം തന്നെ പറഞ്ഞു ഇത് ഞങ്ങൾ യുദ്ധം കൂടുതൽ രൂക്ഷമാവുമെന്ന് പറഞ്ഞു, രൂക്ഷമാക്കിയിരിക്കുന്നു. വലിയ വാതക പ്ലാന്റുകൾക്ക് നേരെ, ഉക്രൈൻ്റെ വാതക പ്ലാന്റുകൾക്ക് നേരെ ഇതുവരെ നടക്കാത്ത രീതിയിൽ 810 ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് വാതക പ്ലാന്റുകൾ തകർന്നുപോയി. അതിനെതിരെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് യുദ്ധം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കുബുദ്ധിയും കുതന്ത്രവുമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ആരോപിച്ചിരിക്കുന്നു. എന്തായാലും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും വിരട്ടിക്കൊണ്ട് ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള ഇത് വന്നിട്ടുണ്ട്. എന്തായാലും ടോമഹോക്ക് മിസൈൽ അമേരിക്ക കൊടുക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എസ് കെ അറിയാവുന്ന പോലെ ഏഷ്യയിൽ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകൾ
ഒന്നായിട്ടുള്ള ആണവ പ്ലാന്റ് ആയിട്ടുള്ള സഫ്രോഷിയിൽ ഇപ്പോഴും വലിയ അപകട നിലയിലാണ്. അതിൻ്റെ അറ്റോമിക് എനർജിയുടെ കമ്മീഷനൊക്കെ ഇടപെട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ തീർക്കണമില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നടക്കുന്നുണ്ട്. അമേരിക്ക പതിവ് പോലെ പൂട്ടിക്കിടക്കാണ് ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.